നമസ്കാരം, ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. വേനൽ ചൂട് കടുത്തതോടെ ഉച്ചവിശ്രമ നിയമം കൃത്യമായി പാലിക്കണമെന്ന് സ്ഥാപനങ്ങൾക്കും കമ്പനികൾക്കുമുള്ള നിർദ്ദേശം കർശനമാക്കാൻ സൗദി ദേശീയ തൊഴിൽ മേഖല ആരോഗ്യ സമിതി ആവശ്യപ്പെട്ടു. സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്ന ഇടങ്ങളിലടക്കമുള്ള തുറസായ സ്ഥലങ്ങളിൽ ഉച്ചയ്ക്ക് 12 മുതൽ ഉച്ചകഴിഞ്ഞ് 3 വരെയുള്ള സമയം തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കരുതെന്നുള്ള നിർദ്ദേശമാണ് കർശനമാക്കിയിരിക്കുന്നത്. ഉച്ചവിശ്രമ സമയത്ത് തൊഴിലാളികൾക്ക് സുരക്ഷിതമായി വിശ്രമിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ കമ്പനികളും സ്ഥാപനങ്ങളും ഏർപ്പെടുത്തണം. ഡ്രൈവറില്ലാ കാറുകളുടെ പരീക്ഷണ ഓട്ടത്തിന് തുടക്കമിട്ട് സൗദി. കിങ് ഖാലിദ് വിമാനത്താവളം ഉൾപ്പെടെ രാജ്യത്തെ 7 പ്രധാന മേഖലകളിലാണ് പരീക്ഷണം നടക്കുന്നത്. 100 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഓട്ടോണമസ് കാറുകളാണ് ആദ്യഘട്ടത്തിൽ നിരത്തിലിറക്കിയത്. പരീക്ഷണ പാതയിൽ 13 ആളുകളെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നതിന് പ്രത്യേക സ്ഥലം വേർതിരിച്ചിട്ടുണ്ട്. ഇവിടെ വാഹനം കൃത്യമായി നിർത്തിയ ആളുകളുമായി യാത്ര തുടരും. പരീക്ഷണ ഘട്ടത്തിൽ വാഹനത്തിൽ സേഫ്റ്റി ഓഫീസർ ഉണ്ടാകും. 1 വർഷത്തേക്കാണ് പരീക്ഷണ ഓട്ടം. വാഹനങ്ങൾക്ക് ഫാൻസി നമ്പർ പ്ലേറ്റുകൾ വിൽക്കുന്നതിനുള്ള കരാർ എമിറേറ്റ്സ് ഓപ്ഷൻ നൽകി ഷാർജ പോലീസ്. സവിശേഷ നമ്പർ പ്ലേറ്റുകൾ ലേലം ചെയ്തു വിൽക്കാനുള്ള ഔദ്യോഗിക ഏജന്റായി എമിറേറ്റ്സ് ഓപ്ഷൻസ് മാറി. ഓൺലൈൻ വഴിയും പൊതുലേലം വഴിയും നമ്പർ പ്ലേറ്റുകൾ വിൽക്കാം. ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ പട്ടികയിൽ മികച്ച പ്രകടനവുമായി ഖത്തർ. ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ആഗോളതലത്തിൽ 47ാം സ്ഥാനത്താണ് ഖത്തർ. ഖത്തർ പാസ്പോർട്ട് ഉപയോഗിച്ച് 112 രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ സഞ്ചരിക്കാം. കഴിഞ്ഞ വർഷം ഇത് 107 രാജ്യങ്ങളായിരുന്നു. 2020 54, 2021 60, 2022 53, 2023 55, 2024 46 എന്നിങ്ങനെയായിരുന്നു സൂചികയിൽ മുൻവർഷങ്ങളിലെ ഖത്തറിന്റെ പ്രകടനം. പട്ടികയിൽ 8ാം സ്ഥാനവുമായി GCC രാജ്യങ്ങളിൽ UAE ആണ് മുന്നിൽ. 184 രാജ്യങ്ങളിലേക്ക് UAE പൗരന്മാർക്ക് വിസ രഹിതമായി സഞ്ചരിക്കാം. പട്ടികയിൽ കുവൈറ്റ് 50ഉം സൗദി അറേബ്യ 54ഉം ബഹ്റൈൻ 55ഉം ഒമാൻ 56ഉം സ്ഥാനത്താണ്. ഇനി ആനന്ദ് ട്രാവൽ GCC ഇന്ത്യ നാണയവിനിമയ നിരക്ക്. ഒരു സൗദി റിയാൽ 23.05 ഇന്ത്യൻ രൂപ. ഒരു UAE ദിർഹം 23.54 ഇന്ത്യൻ രൂപ. ഒരു കുവൈറ്റി ദിനാർ 283.13 ഇന്ത്യൻ രൂപ. ഒരു ഒമാനി റിയാൽ 224.59 ഇന്ത്യൻ രൂപ.